ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എൽ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകൾ അച്ഛനെ കാണാൻ ഓടിയെത്തിയിരിക്കുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കാണാൻ ഓടി വന്നതെന്നും പറഞ്ഞു. അപ്പോൾ നിശ്ചയം കഴിയട്ടെ മോളെ, അതിനിടയ്ക്ക് വെറുതെ അലമുണ്ടാക്കാൻ നിൽക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ നിനക്കുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിനക്ക് അനിയെ കിട്ടത്തില്ല എന്നും നാഗേന്ദ്രൻ പറയുക. പിന്നെ തെറ്റിദ്ധാരണ മൂലം എന്നെ വെറുക്കുന്ന ഒരാളാണ് മൂർത്തി. നടന്ന സംഭവത്തിൻ്റെ അളവും വ്യാപ്തിയും ഒക്കെ എനിക്കേ അറിയൂ എന്നൊക്കെ നാഗേന്ദ്രൻ പറഞ്ഞു. പിന്നെ അതെന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറയാമെന്നും അച്ഛൻ മകളോട് പറയുക. അന്നേരം ആദർശം അനിയും നയനയ്ക്കൊപ്പം വരുമോയെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും അനി ഉണ്ടാകുമെന്ന് അവനാണല്ലോ കമ്പനിയുടെ MD എന്നൊക്കെ പറയണം. ഇത്തവണയും അവൻ്റെ മുന്നിൽ വിളറി വെളുത്ത് നിൽക്കാൻ പാടില്ല അച്ഛാ എന്ന് പറയുമ്പം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ. ഏതെല്ലാം രാജ്യത്തിൽ നിന്നുള്ള ഡിസൈൻസാണ് നമ്മൾ കളക്ട് ചെയ്ത് മാളവികയ്ക്ക് കൊടുത്തത്. അതുമാത്രമല്ല ഗൾഫിൽ നിന്നുള്ള ചില ഡിസൈൻസുകൾ വരുത്തി അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെന്നും പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷം. അവരാകെ ആശ്രയിക്കുന്നത് ആ നയനി എന്ന് പറയുന്നവളെ മാത്രമാണെന്ന് ഈ നാഗേന്ദ്രൻ പറഞ്ഞു. എന്തായാലും അവിടെ നമ്മൾ ഒരു പിടി മുന്നിൽ തന്നെ നിൽക്കും മക്കളെ, ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ഏട്ടാ നല്ല പെർഫോമൻസ് കാഴ്ച വെക്കണേന്ന് പറഞ്ഞപ്പോൾ അവിടെ എൻ്റെ പെർഫോമൻസിന് എന്ത് പ്രാധാന്യമുള്ളത് മോളേന്ന് അഭി ചോദിച്ചു. അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത ആ ഒരു ഡിസൈൻസ് എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കും എന്നും ഇങ്ങനെ മകൻ അച്ഛനോടും അനിയത്തിയോടുമായിട്ട് പറയാം. ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പോകാൻ വന്നതാണെന്നൊക്കെ അഭി പറഞ്ഞ് അച്ഛനെ സോപ്പിട്ട് കുപ്പിയിലാക്കി അനുഗ്രഹമൊക്കെ മേടിക്കുന്നു. എൻ്റെ അനുഗ്രഹം മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ഡേവിഡും മാളവികയും പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞു ഇയാൾ. അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞത് ഇവർ പോകുവാണ്. അങ്ങനെ ഇവർ പോകുമ്പോൾ നമ്മുടെ അവന്തിക അച്ഛനുമായിട്ട് നിന്നിങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഇന്നേട്ടൻ്റെ പരാജയം സംഭവിച്ചാൽ അവിടെയുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റത്തില്ല എന്ന് അവന്തിക നാഗേന്ദ്രനോട് പറയും. ഓരോരുത്തരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. നവ്യെന്ന് പറയുന്നവള് സ്വന്തം അനിയത്തിലെ പരാജയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പം നവിയും അഭിയും തമ്മിലുള്ള ദാമ്പത്യം ഒരു തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അബിയുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് ഇനിയും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും നാഗേന്ദ്രൻ അവന്തികയോട് പറയണം. ആ കുഞ്ഞിനെ സ്വന്തമാക്കിയിട്ട് അവളെ കളയാൻ നോക്കണമെന്ന കാര്യം അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കാം. അവളൊരു നന്ദി കെട്ട പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് മോളെ ഞാൻ വേറൊന്നും കൊണ്ടല്ല അങ്ങനെയൊക്കെ പറയുന്നത്. സ്വന്തം അച്ഛനും അമ്മയും പറയുന്നത് പോലും അവൾ വിശ്വസിച്ചിട്ടില്ല എന്നും അതിലുപരി കൂടപ്പിറപ്പുകളെയെല്ലാം തള്ളിപ്പറയുകയാണ് അവൾ ചെയ്യുന്നതെന്നും നാഗേന്ദ്രൻ പറയുന്നു. നമ്മുടെ എതിരാളികളാണെങ്കിലും ഈ പറയുന്ന നന്ദും നയനയൊക്കെ തമ്മിൽ നല്ല ബന്ധമാണുള്ളതെന്നും പറഞ്ഞു. അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതേ നവ്യെന്ന് പറയുന്നവളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാൾ ഒരു കുടുംബത്തിലും പാടില്ല എന്നും ഇയാൾ പറയുന്നു. അവളെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും വെച്ചാന്ന് അവന്തിക ചോദിക്കുമ്പം കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വരട്ടെ മോളെ, നീ അനി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നെക്കൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് അച്ഛൻ അവന്തികയോട് പറയണം. നിനക്കൊരു കുഞ്ഞുകൂടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആർക്കും ആ തറവാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്നും ഈ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. അവിടെയാണ് നമ്മൾ പിടിമുറുക്കാൻ പോകുന്നതെന്നും അനിയുടെ കയ്യിൽ നിന്നും MD പട്ടം നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ മോളെ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കും അച്ഛാ എന്ന് അവന്തിക അന്നേരം ചോദിച്ചു. നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ നീ അനിക്കൊപ്പം മൂർത്തീസ് ജ്വല്ലറിയിൽ പോകണമെന്നും അവിടുത്തെ നീക്കങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറയാം. പിന്നീട് ആ ജ്വല്ലറിയിൽ വിജയത്തിൻ്റെ കണക്കുകൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഇയാൾ പറയുന്നു. അങ്ങനെ വിജയിക്കാനുള്ള അവസരം ഞാൻ തന്നെ നിനക്കുണ്ടാക്കി തരാമെന്നും അച്ഛൻ പറയുക. നമ്മുടെ ജ്വല്ലറി ഇത്തിരി ഇടിഞ്ഞാലും കുഴപ്പമില്ല, നിന്റെ മിടുക്കുകൊണ്ട് മൂർത്തി ജ്വല്ലറി ഉയർന്നു വന്നാൽ നിന്നിലേക്ക് മിക്കവാറും ആ കിളവൻ ഭരണം കൈമാറുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നുള്ള കാര്യവും പറയുക. അയാൾ അങ്ങനെയാ മോളെ, ബിസിനസ്സിൽ വിജയിക്കുന്നവർക്ക് മാത്രം അവസരങ്ങൾ നൽകുന്ന ഒരാളാണെന്നും അതുകൊണ്ട് അവിടെ ബന്ധവും സ്വന്തം ഒന്നും നോക്കാറില്ല എന്നൊക്കെ ഈ നാഗേന്ദ്രൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മകൾ ഇതൊക്കെ കണ്ട് ദിവാസ്വപ്നവും കണ്ടിങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന ദേവയാനി കേട്ടോ. അപ്പോൾ ദേവയാനിയും അതുപോലെ ദേവയാനി അവിടെ ഇരുന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ദേവയാനിയോട് ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത്. അന്ന് ദേവയാനിയോട് ദേവേ ആ ജലജയ്ക്ക് ഇപ്പോൾ അവരുടെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നാഗേന്ദ്രനുമായിട്ടോ? അതെ, അവനെ അവൾ വിളിക്കുകയോ കാണുകയോ മറ്റോ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പം അതേപ്പറ്റി എനിക്കൊന്നും അറിയില്ല അച്ഛാ എന്ന് പറഞ്ഞു മുത്തശ്ശനോട് ഈ ദേവയാനി. നാഗേന്ദ്രൻ്റെ ഫോട്ടോ മാത്രമേ ആദർശ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ എന്ന് പറയുമ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്നൊക്കെ പറയുമ്പം ഇതുവരെ ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. പിന്നെ നാഗേന്ദ്രൻ ഇവിടുന്ന് തല്ലി ഇറക്കിയതിന് ശേഷം അയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞു. അവനെപ്പറ്റി പിന്നെ ജലജ സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ അച്ഛാന്നൊക്കെ പറഞ്ഞ്
വിവരങ്ങളെല്ലാം പറയും. അവന്തിക മോൾ എന്തായാലും അവനെ കാണാനോ അവനെ വിളിക്കാനോ ശ്രമിക്കില്ല. മോൾക്ക് ഓർമ്മ വെക്കുന്നതിന് മുന്നേ തന്നെ അവൻ പോയതല്ലേ എന്ന് മുത്തശ്ശൻ. പക്ഷേ അഭിയായിട്ട് അവന് ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടാകുമെന്ന് മുത്തശ്ശൻ പറയുക. ആ, അതിന് ചാൻസ് ഉണ്ടച്ചാ, രണ്ടുപേർക്കും ഏതാണ്ട് ഒരു സ്വഭാവമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അച്ഛനും മോനും അമ്മയും ഏതാണ്ട് ഒരു സ്വഭാവമാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ ഇപ്പോൾ എന്താ ഇങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പം അതെനിക്ക് അങ്ങനെ തോന്നലുണ്ടായി. നീ എന്തായാലും ജലജയുടെ നീക്കങ്ങളൊക്കെ ഒന്ന് നന്നായി വാച്ച് ചെയ്യാൻ മുത്തശ്ശൻ പറയാം. ശരിയെന്ന് പറഞ്ഞു. ഒരിക്കൽ നാട് വിട്ട് പോയവന് ശക്തനായി തിരിച്ചു വന്നോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സ്വർണ്ണ ബിസിനസ് അറിയാവുന്നവനാണല്ലോ അച്ഛാ നാഗേന്ദ്രൻ. ഇനി ജ്വല്ലറി ആയിട്ട് അവൻ എന്തെങ്കിലും ബന്ധം കാണുമെന്ന്, അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് എന്ന് മുത്തശ്ശൻ അന്നേരം പറയുക. പിന്നെ നേരത്തെ കള്ളക്കടത്ത് സ്വർണം വിറ്റതിന് അഭിയെ അറസ്റ്റിലാക്കിയിരുന്നല്ലോ. ആ സ്വർണത്തിൻ്റെയൊക്കെ പിന്നിലെ നാഗേന്ദ്രൻ ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ജലജയുമായിട്ട് അവൻ വീണ്ടും കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ അഭിയുമായിട്ട് അവന് ബന്ധമുണ്ടോ എന്ന് ശക്തമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുമെന്നും മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും ഒരു നിമിഷം പോലും അവൻ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. ദേവയാനി ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശിനെയും അതുപോലെ നയനെയും കാണാൻ എത്തുന്നു. അപ്പോൾ അതേ ആദർശ് ഇറങ്ങി വരുമ്പോഴത്തേക്കും നയന ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. എത്തിയല്ലോ, അവിടെയും വലിയ പൂജയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു അനി ഇവരോടെ. അപ്പോൾ നമ്മുടെ ആളായിട്ടാണ് മാളവിക ജ്വല്ലറിയിൽ കയറിയതെന്നും ഞാൻ കൊടുത്ത ഡിസൈനുകളാണ് അവിടെ കൂടുതലും അവളെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നും നയന പറയുക. പക്ഷേ ഇവിടെ അതല്ല കാര്യം. മറ്റു രാജ്യങ്ങളിൽ നിന്നും വലിയ വലിയ ഡിസൈനേഴ്സ് തയ്യാറാക്കിയ ഡിസൈനുകൾ അവരെ മാളവികയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നയന പറയാട്ടോ. അതെല്ലാം നോക്കിയിട്ട് മാളവിക അതിനനുസരിച്ചുള്ള ഡിസൈനുകൾ തയ്യാറാക്കുമെന്ന കാര്യവും നയന പറയുന്നു. അതിലേതെങ്കിലും ജഡ്ജസിനെ ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ തകർന്നു പോകില്ല എന്ന് നയന ചോദിച്ചപ്പോൾ ഏട്ടത്തിയെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനി അന്നേരം പറഞ്ഞു. എടാ, ഇന്നലെ രാത്രി ഇവളധികം ഉറങ്ങിയിട്ടൊന്നുമില്ല. സമയത്ത് പോലും അവള് വരച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആദർശം എത്ര പറഞ്ഞിട്ടും ഉറങ്ങിയിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ആരോഗ്യം നോക്കണമെന്ന് എല്ലാവരും ഏട്ടത്തിയോട് പറഞ്ഞല്ലേ ഏട്ടത്തി എന്ന് അനി ചോദിക്കുമ്പം ഇന്ന് നമ്മൾ ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചാൽ എൻ്റെ ആരോഗ്യം കൂടത്തേ ഉള്ളെന്ന് നയന. എനിക്ക് നല്ല മനസമാധാനവും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ മറിച്ചായാലും ഏട്ടത്തി കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ നയനയ്ക്ക് ആദർശിന് ഭയങ്കര സങ്കടം. ഏട്ടത്തി തന്നെ പറഞ്ഞില്ലേ കോമ്പറ്റീഷൻ ഭയങ്കര ടഫാണെന്ന്. അപ്പോൾ എടാ, മറിച്ചായാലും അതിൽ കുഴപ്പമൊന്നുമില്ല, വിജയിക്കാൻ തന്നെയാണ് നമ്മൾ പോകുന്നത് എന്ന് വെച്ച് എല്ലാ മത്സരങ്ങളിലും എല്ലാവരും വിജയിക്കാറില്ലല്ലോ. അങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ? നിങ്ങളെ ആത്മവിശ്വാസത്തോടെ പോയിട്ട് വരാൻ പറഞ്ഞു ആദർശ്. അങ്ങനെ ഇവർ രണ്ടുപേരെ യാത്രയാക്കി ആദർശ് പറഞ്ഞു വിടുന്നു. അങ്ങനെ നയനെ നോക്കിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അനിയെ ഏൽപ്പിക്കുമ്പം അനി അയ്യോ ഞാൻ നോക്കിയേലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനോട് തിരിച്ചു ഇങ്ങനെ പറയുന്നപ്പോഴത്തേക്ക് നയന ആദർശിൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നു. ഞാൻ പോയിട്ട് ഒരു ആദർശേട്ടാന്ന് പറയും. ദേ, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്തിനാ നയനെ? നിങ്ങളോടൊപ്പം ഞാൻ വരേണ്ട ആളല്ലേ? ഈ ഒരു വലിയ കാര്യം നടക്കുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ ആശീർവദിക്കേണ്ട ആളല്ലേ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആളല്ലേ ഞാൻ? അതിലൊന്നുമല്ല കാര്യം. നിങ്ങൾ രണ്ടാളും വിജയത്തിന് വേണ്ടി അവിടെ എല്ലാം ചെയ്യുമ്പോൾ ഞാനും വിജയത്തിലേക്ക് എത്താൻ വേണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശം. എന്തായാലും എൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഈക്വലായി കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ജ്വല്ലറിയും നമ്മുടെ ജ്വല്ലറിയും തമ്മിൽ ഇപ്പോൾ കോമ്പറ്റീഷനിൽ തന്നെയാണ് പോകുന്നത്. ഈ ഒരു ഇതും കൂടി നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മളേറെ മുകളിലേക്ക് പോകുമെന്നും ആദർശ് പറയുക. മുത്തശ്ശൻ എന്നോട് ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്താത്തത് കൊണ്ടാണ് മുംബൈയിൽ വെച്ച് എനിക്ക് പരാജയം ഉണ്ടായത് എന്ന്. അപ്പം നയനെ അത് കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ. ശത്രു നമ്മുടെ പിറകെ തന്നെ ഉണ്ടെന്ന് മുത്തശ്ശൻ എന്നോട് പല ആവർത്തി പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അത്ര ഒന്നും കാര്യമാക്കിയില്ല എന്നും അതിൻ്റെ അനുഭവമാണ് എനിക്ക് കിട്ടിയതെന്നും പറയുന്നു. അപ്പോൾ ശരി ആദർശേട്ടാ, ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. ഇവർ പോകുന്ന സമയത്ത് ആദർശ് പ്രാർത്ഥനകളോടെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ജഡ്ജസൊക്കെ വന്നിരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും നവ്യ അബിയുടെ തൊട്ടരികിൽ നിൽപ്പുണ്ട്. അതുപോലെ ഡേവിഡ്, അവരെല്ലാവരും ഉണ്ട്. ഈ സമയം അബിയൊക്കെയാണെങ്കിൽ നെഞ്ചിൽ പഞ്ഞി വെച്ചാൽ കത്തും. അപ്പോൾ അതായത് നവ്യയും ഇവരെല്ലാവരും നിൽക്കുന്നിടത്തേക്ക് നയനയും അതുപോലെ നമ്മുടെ അനിയും വന്നില്ല. അപ്പോൾ അവരിതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ വരുമെന്ന് ഇവർ പറയുക. അവരെന്തായാലും നമ്മളുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെ ആയിരിക്കും വരുന്നതെന്നും അതുകൊണ്ട് അവളും അവനും മിക്കവാറും വരത്തില്ല, വരണേന്ന് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ഇങ്ങനെ പറയുക. വന്നു കഴിഞ്ഞാലേ അവരുടെ പരാജയം കൺമുന്നിൽ കാണാലോ എന്നൊക്കെ നവ്യ. അപ്പോഴത്തേക്കും അവിടുത്തെ അവർ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ആ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നയനയും അനിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നയനയുടെ ഫയൽ അവർ വാങ്ങിച്ചു. അപ്പോഴത്തേക്കും അവിടെ അബിക്കും അതുപോലെ കലി കയറാൻ തുടങ്ങി. മാളവികയും നവ്യ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. അനിയും നയനയും കൂടി അവരുടെ സീറ്റിൽ വന്നിരുന്നു. ഈ സമയത്ത് സ്വർണവും രത്നങ്ങളും മാത്രമല്ല
സൃഷ്ടി പറയും കൈത്തൊഴിലിൻ്റെ മികവും ആഘോഷിക്കുന്ന ഒരു വേദിയാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുക കേട്ടോ. അങ്ങനെ കുറേ നേരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ഡിസൈനേഴ്സിനെ കൊണ്ടുവന്ന് ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും ഈ വന്നിരിക്കുന്നവർ ഈ ഡിസൈൻസിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. മാളവികയോടും ചോദിക്കുന്നു. മാളവിക അതിനുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ എന്താകുമെന്നുള്ളത്. അപ്പോൾ നയന പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ദിവസമാണിത്, അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും, ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്ന പോട്ടെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞു നയന. ഏട്ടത്തിക്ക് ടെൻഷനൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു നയന. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, നമ്മൾ വിജയിച്ചില്ലെങ്കിൽ അത് മൂർത്തി ജ്വല്ലറിയെ ബാധിക്കുമല്ലോ എന്നുള്ളൊരു വിഷമമാണെന്ന് നയന പറയുവാണ്. അന്ന് മാത്രമല്ല, അപ്പോൾ ഇപ്പം നമ്മൾ AN ജ്വല്ലറിക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇതുപോലൊരു ഫെസ്റ്റിൽ നമുക്ക് പരാജയം സംഭവിച്ചാൽ, ഇതുപോലൊരു പരാജയമെല്ലാം സംഭവിച്ചാൽ നമ്മുടെ സ്ഥാപനത്തെ ബാധിക്കില്ലേ എന്നിങ്ങനെ നയനയ്ക്ക് ഒരു പേടി. അപ്പോൾ AN ജ്വല്ലറിയുടെ അടിവേര് അല്ലെങ്കിൽ അടിയിൽ കൂടെ വലിച്ചിട്ടാണ് നവ്യ നിൽക്കുന്നതെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് തന്നെ എടുത്ത് എൻ്റെയും ടെൻഷൻ. അതുകൊണ്ട് അതുമാത്രമല്ല, ഏട്ടത്തി ഇവിടെ പരാജയപ്പെടാനും പാടില്ല എന്നും ഏട്ടത്തിയുടെ പരാജയം കാണാൻ വേണ്ടിയിട്ട് സ്വന്തം ചേച്ചി പോലും ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടോയെന്ന് ചോദിച്ചു. അവരുടെ മുന്നിലൊന്നും ഏട്ടത്തിയുടെ തല കുനിയാൻ പാടില്ല എന്നും എനിക്ക് അത്രേ ഉള്ളൂ എന്നും നയന ഇങ്ങനെ പറയുന്നു. അപ്പോൾ നയന ഇങ്ങനെ നവ്യെ നോക്കോട്ടെ, നവ്യ നേരം തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. മാളവികയോട് അവർ ചോദ്യങ്ങൾ ചോദിച്ചു. മാളവികയെ പറഞ്ഞു വിട്ടു. അതിനുശേഷം അവിടെ വന്നിരിക്കുന്ന ജഡ്ജസ് എന്തൊക്കെ ചെവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അത് കഴിഞ്ഞ് നയനയെ വിളിച്ചു. നയന ചെന്ന് നിന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേക്ക് നവ്യോട് ഇതേ കണ്ടില്ലേ, ഇവിടെ മാളവിക തന്നെയാണ് സ്റ്റാർ, അപ്പം ഞാൻ മാത്രമല്ല, എന്നെ ഇതിനൊക്കെ സഹായിച്ചത് നിങ്ങളാണെന്ന് മാളവിക പലരുടെയും ഐഡിയാസ് കളക്ട് ചെയ്തിട്ട് അതെന്നെ കൊണ്ട് വരപ്പിക്കുകയായിരുന്നു എന്നൊക്കെ മാളവിക ഇവരോട് പറഞ്ഞു. ഈ സമയത്ത് നയനയെല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ നയന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അനി തൊട്ടരികിൽ ഭയങ്കര പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു. നവ്യയുടെ ഉള്ളിലും തീയാണ്, ദൈവമേ അനിയത്തി ജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അതെല്ലാം പറഞ്ഞു കൊടുത്ത് നയനയും അവിടെ പോയിരുന്നു. ഈ സമയത്ത് നയന ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അനി ഇങ്ങനെ നയനയെ നോക്കുക. അതുപോലെ നയനയെ നോക്കിയിട്ട് കഷ്ടം, വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ പോലും അവൾ രാത്രി പകലാക്കി വരച്ചതായിരിക്കും. ഈശ്വര, അവൾക്കൊപ്പം വിജയം ഉണ്ടാകണേ എന്ന് നവ്യ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം നവ്യ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് നയന കണ്ടു. നയന കണ്ടപ്പോൾ നവ്യ ഇങ്ങനെ നോക്കി. നവ്യ അന്നേരം നയനയെ നോക്കിയേ ഭയങ്കര ദേഷ്യത്തിൽ അന്നേരം നവ്യ നയനയെ കാണിക്കുക. ഈ സമയത്ത് നവ്യ, നീ എന്താ പ്രാർത്ഥിക്കുന്നത് നവ്യ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജയം തന്നെ, അല്ലാതെ എന്താ, ഇവിടെ നമ്മളിന്ന് പരാജയപ്പെട്ടു പോയാൽ അവരുടെ മുന്നിൽ തലകുനിച്ച് പോവേണ്ടി വരില്ലേ, അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞു. ഇനി നീ വിഷമിക്കണ്ട, മാളവിക ഒരു ഡിസൈൻ തന്നെയാണ് മികച്ചത്, അതിനപ്പുറം വേറൊന്നും വരത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യോട് പറയും. ഈ സമയത്ത് അനിയും നയനയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ടെൻഷൻ കൂടി വരിക. അപ്പോൾ ദേ ഏട്ടത്തി അവരുടെ നിപ്പ് കണ്ടാൽ അറിയാതെ നന്നായി കൊഴിപ്പിച്ചിട്ടുണ്ടെന്ന്. അനി, അതൊന്നുമല്ല ജഡ്ജസ് കണക്കിലെടുക്കുന്നതൊന്നും. ഞാനും ആദർശേട്ടനും തമ്മിൽ പിണക്കത്തിലായിരുന്ന സമയത്ത് ഞാൻ ഡിസൈനൊക്കെ വരയ്ക്കുന്നത് വളരെ മോശമാണെന്ന് ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നയന പറയാം. പിന്നെ എന്നാൽ കസ്റ്റമേഴ്സ് അത് 2 കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു എന്നും നയന പറഞ്ഞു. പുറമെയുള്ള ഡിസൈൻ്റെ ഭംഗിയല്ല, അത് ആഭരണമായി വരുമ്പോഴുള്ള അതിൻ്റെ പ്രൗഢിയും പകിട്ടുമാണ് അവരൊക്കെ പരിഗണിക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ ഇതുവരെ ഞാൻ വരച്ച ഡിസൈനുകളിൽ ഏറ്റവും മികച്ചതാണ് ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്നും നയന അനിയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഇതിനു മുകളിൽ ഒരു സൃഷ്ടിയെ ഇപ്പോൾ എന്നെക്കൊണ്ട് എന്തായാലും പറ്റത്തില്ല എന്നും നയന ഇങ്ങനെ അനിയോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു ഭയവും ഇല്ല എന്നും. റിസൾട്ട് എന്തായാലും നമ്മളുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അവരവിടെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഈ ജഡ്ജസ് അവരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ വീട്ടിൽ അനന്തപുരിയിലും എല്ലാവരും ഇതുപോലെ തന്നെ പേടിച്ചരണ്ട ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദേ അവർ ജയിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട്, അപ്പോൾ നേരത്തെ ദൈവങ്ങളെ ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ദൈവങ്ങൾ പഴയ പോലെ വിളി കേൾക്കുന്നില്ല എന്ന് ദേവയാനി പറയുമ്പോൾ, അതെന്താ ദേവനി അങ്ങനെ പറഞ്ഞെന്ന് വെച്ചു ജയൻ. കഴിഞ്ഞടിയിൽ നമ്മളായിരുന്നില്ലേ നേടിയതെന്ന് ചോദിച്ചപ്പോൾ, എന്നാലും ഇത് അതുപോലെയാണ് ജയേട്ടാ, നയനമോളുടെ കഴിവ് എവിടെ പ്രതിഫലിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പം, കഴിഞ്ഞ തവണയും പ്രതിഫലിച്ചത് നയനമോളുടെ കഴിവ് തന്നെയല്ലേ എന്ന് അജയൻ അന്നേരം ചോദിച്ചു. നയന വരച്ച ഡിസൈൻ്റെ ബലത്തിലല്ലേ മൂർത്തി ജ്വല്ലറി വിജയിച്ചത് എന്നൊക്കെ ഇങ്ങനെ അജയൻ ചോദിക്കുക. അപ്പോൾ അനിയുടെ ജാതകപ്രകാരം ഇപ്പോൾ അവന് ഗജകേസരി യോഗം ഏട്ടത്തി, അതുകൊണ്ട് വിജയം നമുക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് ജാനകിയും. അപ്പോൾ എത്ര ഗജകേസരി യോഗമുള്ള ജാതകമാണെങ്കിലും ഇന്ന് മൂർത്തി ജ്വല്ലറിക്ക് ഒരു വിജയം ഉണ്ടായാൽ അതിൻ്റെ 99% ക്രെഡിറ്റും നയനമോൾക്കാണെന്ന് അജയൻ, പിന്നെ ആദർശനും. അത് കഴിഞ്ഞ് നമ്മുടെ മോൻ അതിൽ പങ്കുള്ളൂ എന്നും അജയൻ പറഞ്ഞപ്പോൾ ജാനകിക്ക് അത് പിടിച്ചില്ല. അങ്ങനെ പറയുന്നത് ജാനകിക്ക് ഇഷ്ടമല്ല ജയ എന്ന് ദേവയാനി പറഞ്ഞു. ഏട്ടത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം അതിലേന്ന് ചോദിച്ചു.
അച്ഛൻ പറയുന്നത് പോലെ കമ്പനിയുടെ തലപ്പത്ത് ആരാണോ അവരുടെ ഭാഗ്യ കമ്പനിയുടെ വിജയം എന്ന് ജാനകി പറയുമ്പം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു തർക്കമൊന്നും ഇവിടെ ആരും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ജയൻ. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ മൂർത്തീസ് ജ്വല്ലറിക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകണം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും അവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന ഹോളും അവിടെ ഉള്ളവരെയൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പ്രതീക്ഷകളോടുകൂടി ആ റിസൾട്ട് വരുന്നത് നോക്കി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. ആ സാറുമാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കണക്കൂട്ടലുകളും കാര്യങ്ങളും ആയിട്ട്. അപ്പോൾ അനിയത്തിയും ചേട്ടത്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നയനെ ജയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നയനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.